എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സെമിനാരി വിദ്യാർത്ഥികളെ, കഴിഞ്ഞ നവംബർ മാസം 23-നാണ് വാഴ്ത്തപ്പെട്ട ചാവറ പിതാവ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയിൽ ധാരാളം പരിപാടികൾ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. കാരണം ചാവറ പിതാവും പള്ളിപ്പുറം പള്ളിയും തമ്മിലുള്ള വലിയ ബന്ധത്തിൻ്റെ സൂചനയായിട്ടാണ് നമ്മളങ്ങനെ നടത്തിയത്. 1818 മുതൽ 11 വർഷക്കാലം അദ്ദേഹം നമ്മുടെ പള്ളിപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിശീലനം നടത്തിയത്. പിന്നീട് 1832 മുതൽ 2 വർഷക്കാലം നമ്മുടെ പള്ളിയുടെ വികാരിയായിട്ടും അദ്ദേഹം സേവനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിപ്പുറം ഇടവകയെ സംബന്ധിച്ച് വളരെയേറെ നല്ല ഓർമ്മകൾ വിശുദ്ധനെക്കുറിച്ചുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചാവറ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ടെങ്കിലും ഈ വർഷം അദ്ദേഹം വിശുദ്ധനായതിനു ശേഷം ആദ്യമായിട്ട് നടത്തുന്ന തിരുനാൾ എന്ന നിലയിൽ വളരെ ആഘോഷമായിട്ട് തന്നെ നമ്മളത് കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തിരുനാളിനോട് ചേർന്ന നമ്മുടെ പള്ളിപ്പുറത്തിൻ്റെ പുത്രനായ പള്ളിപ്പുറത്ത് സെമിനാരിയുടെ റെക്ടറായിരുന്ന ആത്മീയ ആചാര്യനായിരുന്ന പാലക്കൽ തോമ മൽപ്പാൻ്റെ അനുസ്മരണവും നമ്മൾ ഇന്നേ ദിവസം കൊണ്ടാടുന്നു. അദ്ദേഹം മരിക്കുന്നത് 1841 ജനുവരി മാസം 16-ാം തീയതിയാണ്. അദ്ദേഹമാണ് പള്ളിപ്പുറത്തൊരു സെമിനാരിക്ക് ആവശ്യമായ രൂപവും ഭാവവും ഒക്കെ കൊണ്ടുവരുന്നത്. ചാവറ പിതാവ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിക്ഷണത്തിലാണ് ഈ കാലം അത്രയും വളരുന്നതും ഒരു വിശുദ്ധനാകാനായിട്ട് വേണ്ട എല്ലാ പരിശീലനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ ഒരു പരിശീലനം കൊടുക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുള്ളത് ഹൃദയത്തിൽ നിന്ന് മാത്രമേ അധരങ്ങൾ സംസാരിക്കൂ. തൻ്റെ തന്നെ ആത്മീയമായ ബോധ്യങ്ങൾ ആണ് തൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാവറ പിതാവിനെ പോലെ തന്നെ വളരെയേറെ ആത്മീയമായ ഉണർവും വിശുദ്ധിയും ഉൾക്കാഴ്ചയും സഭാസ്നേഹവും ഒക്കെയുള്ള മൽപ്പാനെയും നമ്മളിന്ന് ഓർക്കുകയാണ്. ഈ 2 മഹാ വ്യക്തിത്വങ്ങളെ നമുക്ക് ഓർക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ നല്ല എല്ലാ മാതൃകകളും പിന്തുടരുവാനായിട്ട് കുഞ്ഞുങ്ങളായ നിങ്ങളും നമുക്കെല്ലാവർക്കും സാധിക്കണം. ആ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് നമ്മൾ പെരുന്നാൾ കൊണ്ടാടുന്നത്. ഇന്ന് ഈ ആഘോഷങ്ങൾ ഏറ്റവും മികവുറ്റുവാനായിട്ട് മറ്റതാക്കി തീർക്കാനായിട്ട് ബഹുമാനപ്പെട്ട CMI കൊച്ചി പ്രൊവിൻസിലെ നവവൈദികരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ആകെ 10 വൈദികരാണ് ഈ വർഷം കൊച്ചി പ്രൊവിൻസിന് വേണ്ടിയിട്ട് പട്ടമേറ്റിട്ടുള്ളത്. അതിനകത്ത് 8 പേരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പട്ടത്തിന് ശേഷം പല സ്ഥലങ്ങളിലൊക്കെ പോകാനും പലയിടത്തൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ആത്മീയ ഗുരുവായ വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ സെമിനാരി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ആത്മീയാചാര്യനായ പാലക്കൽ മൽപ്പാൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിലും ഇവിടെ വന്ന് അവർ 2 പേരുടെയും അനുഗ്രഹാശിസ്സുകൾ വാങ്ങി തങ്ങളുടെ അജപാലന ശുശ്രൂഷ വൈദിക വൃത്തി ആരംഭിക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ് ഇന്ന് അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ കളമശ്ശേരി പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ സുപ്പീരിയർ ഊരത്തച്ഛനുണ്ട്. അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാനായിട്ട് മുന്നിട്ട് നിന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട തോമസ് പാലക്കൽ അച്ഛൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം ഇപ്പോൾ സെമിനാരിയിലെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന
കുട്ടികൾ 25 പേര് ഇപ്പോഴവർ തേവരയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് +2-ന്. കുട്ടികളും അവരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും നമ്മളെല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൊസഷൻ ആരംഭിക്കാൻ പോവുകയാണ്. പ്രൊസഷൻ പള്ളിയുടെ മുൻപിൽ എത്തിക്കഴിയുമ്പോൾ ഈ സെമിനാരി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വൈദികരും വന്യ മൽപ്പാൻ്റെ കബറിടത്തിൽ സ്മരണാഞ്ജലികൾ ആദ്യം അർപ്പിക്കും. പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും ദിവ്യബലി അർപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ ദിവ്യബലിയിലും മറ്റുള്ള എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ചേർന്ന് ബലിയർപ്പിക്കുവാനും നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 2 വിശുദ്ധിയുള്ള 2 വൈദിക ശ്രേഷ്ഠരുടെ സംഗമ ഭൂമിയാണിത്. അവിടെ ജനിക്കുവാൻ സാധിച്ചതിൽ, ജീവിക്കുവാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവഭൂമിയിൽ സമർപ്പിച്ചുകൊണ്ട് അൾത്താരയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദിയുടെ ഈ ബലി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതി ഗീതം. പുസ്തകത്തിൽ നിന്നുള്ള വായന 10-ാം അധ്യായം 29 മുതൽ 36 വരെ. തൻ്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റൗവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ്
ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എബ്രായർക്കുള്ള ലേഖനം 3 അധ്യായം 1 മുതൽ 6 വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാൽ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. മോശയേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരൻ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെ മഹത്വമുള്ളതായി സമാധാനം നിങ്ങളോട് കൂടെ. മിശിഹായിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നന്മകളാൽ സമൃദ്ധമായിട്ടുള്ള പള്ളിപ്പുറത്തെക്കുറിച്ച്, പള്ളിപ്പുറത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മാട്ടേൽ തുരുത്തും പള്ളിയും ശിവര പള്ളിയും നമ്മുടെ ദേവാലയത്തിൻ്റെ വലതുവശത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്ന വിശുദ്ധ കുരിശും അതിൻ്റെ സവിശേഷതകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പുരാതന ശിലാലിഖിതങ്ങളും പോർച്ചുഗീസ് തച്ചുശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ച ഈ മധുബഹയുമെല്ലാം നമുക്ക് കൂടുതൽ സവിശേഷതകളായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എന്നാൽ ഇതിലേറെ സവിശേഷതയുള്ളതാണ് ഇവിടെ ഈ മണ്ണിൽ പാദങ്ങൾ പതിച്ച് കടന്നുപോയ 2 പുണ്യാത്മാക്കളുടെ ജീവിതങ്ങൾ. വിശുദ്ധ ചാവറ പിതാവും തോമാ മൽപ്പാനും. ചാവറ പിതാവുമായി അനുബന്ധമായിട്ടുള്ള വളരെയധികം സ്മരണകൾ നമ്മുടെ ഈ പള്ളിപ്പുറത്തുണ്ട്. ചാവറയച്ചൻ മാമോദീസ മുക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന മാമോദീസ തൊട്ടിയും അദ്ദേഹവും തോമാ മൽപ്പാനുമെല്ലാം ഉപയോഗിച്ചിരുന്ന കിണറും അദ്ദേഹം ബലിയർപ്പിച്ചിരുന്ന മധുബഹയും അദ്ദേഹം പഠിച്ചു കടന്നുപോയ പാലക്കിലച്ചൻ ഗുരുവായിരുന്ന സെമിനാരിയും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. എന്ന് വിശുദ്ധ ചാവറ പിതാവിൻ്റെയും പാലക്കല്ലച്ഛൻ്റെയും ഓർമ്മയാചരിച്ചുകൊണ്ട് പ്രത്യേകമായി ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യേകമായി ഏവർക്കും നേരുകയാണ്. 11 വർഷം ഇവിടെ സെമിനാരിയിലായിരിക്കുകയും 2 വർഷം ഈ ഇടവകയുടെ തന്നെ വികാരിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വിശുദ്ധ ചാവറ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഏറ്റവും ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് ഇന്ന് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നാം ഇന്നായിരിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട പാലക്കൽ തോമാ മൽപ്പാൻ അന്തിമ വിശ്രമം കൊള്ളുന്ന അൽത്താരയിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും അഭിമാനത്തോടൊപ്പം വളരെയധികം വെല്ലുവിളിയും ഈ 2 പുണ്യാത്മാക്കളുടെ ജീവിതങ്ങൾ നമുക്ക് മുൻപിൽ വച്ചു നീട്ടുന്നുണ്ട്. കാരണം നമ്മിൽ ഒരുവനായി ജീവിച്ച് കടന്നുപോയവരാണ് ഇവർ 2 പേരും. അതിൽ ഒരാൾ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തിയിരിക്കുന്നു. അതോടൊപ്പം മറ്റൊരാളുടെ പുണ്യജീവിതം നമുക്ക് ഏവർക്കും മുൻപിൽ തന്നെ ഇന്നും നാം എന്നും ഓർക്കുന്നതായിട്ട് നിലകൊള്ളുകയാണ്. നമുക്കേവർക്കും അറിയാവുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് നാം വേദപാഠ ക്ലാസ്സുകളിലെല്ലാം ആദ്യമേ മുതൽ തന്നെ പഠിച്ച് അതിന് ഉത്തരം നൽകേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നവർ തന്നെയാണ്. നാം അതിന് ഉത്തരം നൽകുക, ദൈവം നമ്മുടെ ഓരോരുത്തരെയും ആത്മാക്കളെ ദൈവത്തിനായി സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ 2 പുണ്യാത്മാക്കൾ 2 പേരും മെത്രാനച്ചന്റെ അരികിൽ ചെന്ന് ഇപ്രകാരം ആവശ്യപ്പെട്ടു: ഈ ലോകത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെ സ്വർഗരാജ്യം നേടുക, നിത്യജീവൻ നേടുക അത്ര എളുപ്പമല്ല. അതിനാൽ വനവാസത്തിന് പോകുവാനായിട്ടുള്ള അനുവാദം തരണമെന്ന്. പക്ഷേ പുണ്യാത്മാക്കളോട് പുണ്യചരിതനായ മെത്രാനച്ചൻ പറഞ്ഞത് ഇപ്രകാരമാണ്: വല്ലതും അറിയാവുന്ന നിങ്ങൾ വനവാസത്തിന് പോയാൽ ഇവിടെയുള്ളവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ചെയ്യുവാൻ തക്ക രീതിയിൽ ഒരു കൊവേന്ത സ്ഥാപിച്ചുകൂടെ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സ്വന്തം ആത്മകാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് നാം കരുതുന്നുവെങ്കിലും
മറ്റുള്ളവരുടെ ആത്മകാര്യവും മറ്റുള്ളവരുടെ ഉന്നതിയും ഒട്ടും പുറകിലായി കണക്കാക്കേണ്ട ഒരു വസ്തുതയല്ല എന്ന് പ്രത്യേകിച്ച് ആ പുണ്യാത്മാക്കൾ മെത്രാനച്ചനിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. അതിനുവേണ്ടി മറ്റുള്ളവരെയും കൂടി നേടുന്നതിനു വേണ്ടി, ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൂടി അടുപ്പിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ ഒഴിഞ്ഞു വെച്ചവരാണ് ഈ രണ്ട് പുണ്യാത്മാക്കളും. പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിനായി മറ്റുള്ളവരെയും കൂടി ദൈവത്തിനായി നേടുവാനായി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് വിശുദ്ധ ചാവറപിതാവും തോമാ മെൽപ്പാനും. വികാരിയച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 13-ാം വയസ്സ് മുതൽ വിശുദ്ധനായ ചാവറപിതാവിനെ ഈ പള്ളിപ്പുറത്തെ സെമിനാരിയിൽ കൊണ്ടുവന്ന് ആവശ്യമായ രീതിയിലുള്ള ശിക്ഷണങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട തോമാ മെൽപ്പാനാണ്. ആശാൻ അക്ഷരമൊന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആശാൻ അക്ഷരം ഒന്നും പിഴച്ചിട്ടില്ല എന്ന് വിശുദ്ധ ചാവറപിതാവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ചാവറപിതാവിനെ വിശുദ്ധിയിലേക്ക് എടുത്തുയർത്തുവാനായിട്ട്, അതുപോലെ തന്നെ CMI സഭയുടെ സ്ഥാപനത്തിനും പ്രത്യേകമായിട്ട് കൂടെ നിന്നവനാണ്, കൂടെ പ്രവർത്തിച്ചവനാണ് പെരിയ ബഹുമാനപ്പെട്ട തോമാ മെൽപ്പാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പുണ്യജീവിതങ്ങളെ നാം അനുസ്മരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ മാത്രം ആത്മകാര്യങ്ങളെ നോക്കുവാനല്ല, മറ്റുള്ളവരെ ഭൗതികവും ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവരെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനുമുള്ള ഒരു സന്ദേശമാണ് ഈ രണ്ട് പുണ്യാത്മാക്കളും നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിപ്പുറത്തെ മണ്ണിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ, ഈ മണ്ണിലൂടെ നടന്ന് വ്യക്തിമുദ്രകൾ പതിച്ച് വിശുദ്ധിയുടെ നറുമണം പരത്തി കടന്നുപോയ വിശുദ്ധ ചാവറപിതാവും ബഹുമാനപ്പെട്ട പാലക്കൽ തോമാ മെൽപ്പാനും നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ ചൂണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല. നമ്മുടെ ചുറ്റുമുള്ളവരോട് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, അവരെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രംഗത്ത് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ഉന്നതിയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ചാവറപിതാവ് പറഞ്ഞ വാക്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. അവരന് നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിന്റെ കണക്കിൽ എണ്ണുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്ദിയുടെ ഒരു വാക്ക്. ഇന്ന് ചാവറേച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നവവൈദികരായ ഞങ്ങൾക്ക് ഇവിടെ വരുവാനും, ചാവറേച്ചൻ ബലിയർപ്പിച്ച ബലിപീഠത്തിൽ ചാവറേച്ചൻ നടന്ന മണ്ണിലൂടെ നടന്ന് ഇവിടെ വരുവാനും ഈ ബലിയർപ്പിക്കുവാനും, അതിനായിട്ട് ഈ ബലിയർപ്പിക്കുവാനായിട്ട് ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ കുർബാനയിൽ പങ്കുചേരുവാനായിട്ട് വലിയൊരു ആരാധനാ സമൂഹം, പള്ളിപ്പുറത്തെ ആരാധനാ സമൂഹം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. വികാരിയച്ഛനും മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് കൊയർ ടീമിനും
ടീമിനൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിപ്പോയത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ വാ തുറന്ന് നന്നായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുറകിൽ നിന്ന് മാതാപിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇനിയുള്ള പ്രാർത്ഥനകളിൽ വികാരിയച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബലിജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾ മനോഹരമായി പോകുവാനായിട്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം